നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ ഇപ്പോൾ സംഘർഷഭരിതമല്ല, പക്ഷേ ആക്രമണങ്ങൾ നടക്കുന്നില്ല. ഏതാണ്ട് 13 ദിവസം നീണ്ടുനിന്ന കനത്ത ആക്രമണത്തിന് ശേഷം അമേരിക്ക സ്വമേധയാ ഇറാനുമേലുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. അമേരിക്ക ചർച്ചാ മേശയിൽ നിന്നാണ് ആക്രമണത്തിലേക്ക് എടുത്തു ചാടിയത്. അതായത് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളെ ആക്രമിച്ചതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതുമെല്ലാം പ്രകോപനത്തിന് കാരണമായി. ഇറാനുമായി ഈ ഭാഷയിൽ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, അവരോട് സംസാരിക്കേണ്ടത് മറ്റൊരു ഭാഷയിലാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയാണ് പിന്നീട് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സൈന്യത്തിന് ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത്. കനത്ത ആക്രമണമാണ് പിന്നീട് അമേരിക്കൻ സൈന്യം നീണ്ട 13 ദിനരാത്രങ്ങൾ ഇറാനിൽ നടത്തിയത്. ഇറാൻ്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, അതിൻ്റെ സംഭരണ കേന്ദ്രങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തിയത്. ഇറാൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൃത്യമായ ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലേക്ക് ആക്രമണം അഴിച്ചുവിടാനുള്ള ഇറാന്റെ എല്ലാ സംവിധാനങ്ങൾക്ക് നേരെയും അമേരിക്ക കഴിഞ്ഞ 13 രാത്രികളിൽ നടത്തിയ ആക്രമണത്തിന് കഴിഞ്ഞു. അതിനുശേഷമാണ് അമേരിക്ക സ്വമേധയാ ആക്രമണം നിർത്തിവെച്ചത്. ആക്രമണം നിർത്തിവെക്കുന്നതിന് മുമ്പ് ഇറാനുമായി ചർച്ച നടത്താൻ അമേരിക്ക ശ്രമിച്ചതായി നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ഇറാഖിൻ്റെ പ്രധാനമന്ത്രി ഒരു ദിവസം ഇറാനിലെത്തി. അത് അമേരിക്കയുടെ ദൂതുമായിട്ടാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സമാധാന ശ്രമങ്ങളെ ഇറാൻ തള്ളുകയായിരുന്നു. അമേരിക്കയ്ക്ക് ആയുധങ്ങൾ സംഭരിക്കാനും യുദ്ധവിമാനങ്ങളിൽ എണ്ണയടിക്കാനുമുള്ള ഒരു ഉപാധി മാത്രമാണ് വെടിനിർത്തലെന്നും അതിനി തങ്ങൾ തയ്യാറല്ല എന്നുമാണ് ഇറാൻ അറിയിച്ചത്. എന്നാൽ ആക്രമണം നിർത്തിയതായി അമേരിക്ക അറിയിച്ചപ്പോൾ തന്നെ ഇറാനും പ്രത്യാക്രമണങ്ങൾ ഗൾഫ് മേഖലയിൽ നിർത്തിയതായി ഇറാനും അറിയിച്ചു. ചർച്ച നടന്നിട്ടുണ്ട് എന്ന് ട്രംപ് പറയുമ്പോഴും അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇറാനും പറയുന്നു. എന്നാൽ ഇറാനും അമേരിക്കയും ഒരുപോലെ ആക്രമണങ്ങൾ നിർത്തി എന്ന പ്രസ്താവന ഇറക്കി. ഇതിൻ്റെ അർത്ഥം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ സമാധാനം അരികിലാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഏതു നിമിഷം വേണമെങ്കിലും യുദ്ധം പുനരാരംഭിക്കാം. അതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വന്നത്. വാഷിംഗ്ടണിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ നെതന്യാഹു പറഞ്ഞത് ഇറാനെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെയാണ്. എന്നു പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേലും പോരിനിറങ്ങുന്നു, അല്ലെങ്കിൽ കളത്തിനിറങ്ങുന്നു എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ, അതായത് ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ആദ്യഘട്ടത്തിൽ സജീവമായി തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളും ഇസ്രായേൽ സൈന്യവുമെല്ലാം ഇറാനെ ആക്രമിക്കാനുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. അതായത് ഇറാനെ ഒരു കാരണവശാലും ആക്രമിക്കാതിരിക്കരുതെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കരുതെന്നുമെല്ലാമാണ് ഇസ്രായേലിൻ്റെ നിലപാട്. കാരണം ഇറാന് സമാധാനത്തിൻ്റെ ഭാഷ മനസ്സിലാവില്ല. നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി ഇറാൻ്റെ സൈനിക ശേഷിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ മേഖലയിലെ രാഷ്ട്രങ്ങൾക്ക് ഭീഷണി ഇല്ലാതാകൂ എന്നായിരുന്നു ഇസ്രായേലിൻ്റെ വ്യാഖ്യാനം. എന്നാൽ സമാധാന ചർച്ചകൾ നടത്താൻ കഴിയുമെന്നും ഇറാനെതിരെ വലിയ ഉപരോധമാണ് ഞങ്ങൾ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇറാൻ ചർച്ചാമേശയ്ക്കരികിൽ വരുമെന്നും ചർച്ചയിലൂടെ ഇറാൻ്റെ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഇന്ധനമായ യുറേനിയം പിടിച്ചെടുക്കാമെന്നുമൊക്കെയാണ് അമേരിക്ക സ്വപ്നം കണ്ടത്. അമേരിക്കയുടെ ആ സ്വപ്നം നടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചകൾക്ക് പ്രാധാന്യമേറുന്നത്. ഈ അഭിപ്രായ വ്യത്യാസം കാരണമാണ് രണ്ടാം ഘട്ട ആക്രമണത്തിൽ ഇസ്രായേൽ പങ്കെടുക്കാതിരുന്നത്. ഇസ്രായേൽ സൈന്യം നേരിട്ട് ആ ആക്രമണത്തിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്നാണ് വിദേശകാര്യ വിദഗ്ധർ നൽകുന്ന സൂചന. ആ അഭിപ്രായ വ്യത്യാസം ഇന്നലെ പറഞ്ഞു തീർത്തു എന്നാണ് സൂചന. അതിൻ്റെ ഭാഗമായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങി ഇറാൻ ആണവായുധം ഒരിക്കലും നിർമ്മിക്കില്ല എന്ന വാക്ക് നൽകിയത്. ഏതാണ്ട് 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. ആ യുറേനിയം 90% സമ്പുഷ്ടീകരിക്കപ്പെട്ടാൽ അത് തീർച്ചയായും ആണവായുധം നിർമ്മിക്കാൻ കഴിയും. അങ്ങനെ ആണവായുധം ഇറാൻ്റെ കയ്യിലെത്തിയാൽ ഉടൻ തന്നെ ഇറാൻ പ്രതികാരം തീർക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും കണക്കുകൂട്ടുന്നു. ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും ആണവായുധങ്ങളും കൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയേക്കാം. കാരണം ഈ രണ്ട് രാജ്യങ്ങളും സംയുക്തമായിട്ടാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമീനിയെ വകവരുത്തിയത്.
ഫെബ്രുവരി 28 ആദ്യ ദിവസം തന്നെ, ആക്രമണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അയത്തുള്ള ഖമീനി കൊല്ലപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനുമേൽ ആക്രമണം നടത്തിയത്. അയത്തുള്ള ഖമീനിക്ക് ഒളിവിൽ പോകാനുള്ള സമയം പോലും കിട്ടിയില്ല. ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ അയത്തുള്ള ഖമീനി ഉന്നത ഉദ്യോഗസ്ഥരുമായി പതിവ് പോലെ തൻ്റെ ഓഫീസിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ആക്രമണം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയത്. ആ ആക്രമണത്തിൽ ഖമീനി അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ പക വീട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അയത്തുള്ള ഖമീനിയുടെ ഖബറടക്ക ചടങ്ങിൽ ആയിരങ്ങളാണ് ഇത്തരത്തിൽ ട്രംപിനെ വധിക്കുമെന്ന പ്ലക്കാർഡുമായി എത്തിയത്. നിരപരാധിയായ തൻ്റെ പിതാവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആണവായുധങ്ങൾ എങ്ങനെയും പിടിച്ചെടുക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തക്കം പാർത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും യോഗം ചേർന്നിരിക്കുന്നത്. ഇനി ഇറാന് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും എന്നുറപ്പാണ്. അതേസമയം ഇറാനെ അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ, ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകൾ ആക്രമണത്തിൻ്റെ കളത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ തന്ത്രപ്രധാനമായ എണ്ണ കേന്ദ്രങ്ങളിലേക്ക് ഈ പറയുന്ന ഭീകര സംഘടനകൾ ഡ്രോൺ ആക്രമണം നടത്തി. ഇറാനെ അനുകൂലിക്കുന്ന ഭീകര സംഘടനകൾ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലുള്ള തന്ത്രപ്രധാനമായ പെട്രോളിയം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളെ എന്നാൽ സൗദി അറേബ്യ അതിശക്തമായി തന്നെ പ്രതിരോധിച്ചു. ആകാശത്ത് വെച്ച് തന്നെ ഡ്രോണുകളെ ഇല്ലാതാക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞു. ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട്. മേജർ ജനറൽ തുർക്കി മലാക്കിയാണ് ഈ ആക്രമണത്തെ, അതായത് പെട്രോളിയം കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തെ സ്ഥിരീകരിച്ചത്. തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും തീർച്ചയായും ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്ന് സൗദിയും പറഞ്ഞിട്ടുണ്ട്. ഇതേസമയം തന്നെ ചെങ്കടലിൽ ഹൂതികളും നാവിക ഉപരോധം തീർക്കുകയാണ്. ചെങ്കടലിലൂടെ കപ്പലുകളെ കടത്തിവിടാതെ ഈ ഹൂതികൾ അവിടെ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും സൗദിയുടെ ഒരു കപ്പൽ NCC ഗസൽ എന്ന് പറയുന്ന കപ്പലിനെ ഈ പറയുന്ന ഹൂതികൾ ആക്രമിച്ചിരുന്നു. കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ നാവികരെല്ലാം സുരക്ഷിതരാണ് എന്നുമാണ് സൗദി അറേബ്യ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും സൗദി അറേബ്യ ആക്രമണത്തിന് അധികം വിധേയമായിരുന്നില്ല. ഇപ്പോൾ ഇതാ മറ്റു ചില സംഘടനകൾ, പ്രോക്സി സംഘടനകൾ രംഗത്തെത്തി സൗദി അറേബ്യയ്ക്ക് നേരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ചർച്ചകൾ വൈറ്റ് ഹൗസിൽ നടന്നത്. അമേരിക്കയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ഇസ്രായേലിനെ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുമായിരിക്കാം അമേരിക്കയുടെ ശ്രമം. എന്തായാലും ബാക്കിയുള്ള ഇറാൻ്റെ കൈവശമുള്ള യുദ്ധസന്നാഹങ്ങൾ കൂടി അടിച്ചമർത്താനാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പിണക്കം മുഴുവൻ മാറിയാൽ 2-3 ദിവസത്തിനകം അമേരിക്കൻ സൈന്യത്തോടൊപ്പം ഇസ്രായേൽ സൈന്യവും ഇറാനെ ആക്രമിക്കാൻ രംഗത്തുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു.